പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ഏറ്റവും എന്നെ സ്ട്രൈക്ക് ചെയ്ത വചനഭാഗം, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഈ വചനഭാഗത്തിൽ പറയുന്നത് മണവാളനെ കാത്തിരുന്ന കന്യകകളാണ്. അവരെല്ലാവരും മണവാളൻ വരുമ്പോൾ തെളിക്കാൻ ദീപങ്ങൾ കരുതിയിരുന്നു. അപ്പോൾ കുറച്ച് പേർക്ക് മണവാളൻ വന്നപ്പോൾ ഈ ദീപത്തിൽ എണ്ണ തീർന്നു പോയി. അപ്പോൾ അവർ എണ്ണ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മണവാളൻ വരികയും മണവറയുടെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ എണ്ണയൊക്കെ സഫിഷ്യൻ്റായിട്ട് എണ്ണയൊക്കെ ഉണ്ടായിരുന്ന മണവാട്ടികൾക്ക് മണവാളനോടൊത്ത് സമയം പങ്കിടാനൊക്കെ സാധിച്ചു. അതേസമയം എണ്ണ തീർന്നു പോയവർ എണ്ണ വാങ്ങിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും മണവറയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. അവർ പുറത്തു നിന്ന് മുട്ടിയെല്ലാം നോക്കി, പക്ഷേ ആ വാതിലുകൾ തുറക്കപ്പെട്ടില്ല. മനുഷ്യരുടെ സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സദാ ജാഗരൂകരായി ഹൃദയ നൈർമല്യത്തോടെ നന്മകൾ ചെയ്ത് ജീവിക്കേണ്ടവരാണ്. നമ്മൾ ക്രിസ്തുവുമായി ഒരു പ്രണയബന്ധത്തിൽ ആയിരിക്കേണ്ടവരാണ്. അപ്പോൾ ക്രിസ്തു വചനങ്ങളിലൂടെ ബൈബിളിൽ പല ഇടങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ പുറകെ വരുന്നത്? ഞാൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടല്ലേ നിങ്ങൾ എൻ്റെ പുറകെ വരുന്നത്? അതോ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ്? മനുഷ്യരുടെ ഉൾചിന്തകൾ നന്നായി അറിയാവുന്ന സൃഷ്ടാവ് എന്തൊക്കെ അവര് ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വരെയും കർത്താവിന് അതിനുവേണ്ടി മാത്രം പിതാവിൻ്റെ അടുത്തേക്ക് പോയാലും ദേഷ്യപ്പെടാത്ത കരുണാഹൃദയനായ ഒരു കർത്താവാണ് നമുക്ക് ഉള്ളത്. പക്ഷെ ആവശ്യ സാധ്യങ്ങൾക്ക് മാത്രം കർത്താവിലേക്ക് തിരിയുന്നത് നമ്മുടെ സൃഷ്ടാവിനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാകും. ആകാശവും ഭൂമിയും അതിലെ സമസ്തവും സൃഷ്ടിച്ച് അതിന്മേലൊക്കെ ആധിപത്യം നമുക്ക് നൽകി ദൈവത്തേക്കാൾ സ്വൽപ്പം താഴ്ന്നവരായി ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലുമൊക്കെ നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കുള്ള ഒരു പദ്ധതിയൊക്കെ കരുതി വെച്ച് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ട് ആകെ കൂടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുറച്ച് സ്നേഹം മാത്രം, അൺകണ്ടീഷണൽ ലവ്. പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടെയും നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുണ്ടോ
അതോ വെറുതെ കാര്യസാധ്യങ്ങൾക്ക് മാത്രമായി ഒരു ഏജൻ്റായൊക്കെ നമ്മൾ ദൈവത്തിനെ തരം താഴ്ത്തി കാണുകയാണ് എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കാം. ഇന്നലെ കുറേ ആളുകളെയൊക്കെ കാണുവാൻ ഇടയായി. അപ്പോൾ അവരൊക്കെ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ കാണുന്നവരാണ്. അപ്പോൾ അവർ എല്ലാവരും എന്നോട് ഓരോ കാര്യങ്ങൾ പറയും. മകൻ്റെ വിവാഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം, സാമ്പത്തിക ഭദ്രത തീരെയില്ല, അത് എന്താണത് നന്നാകാത്തതിനൊരു പിടിയും കിട്ടുന്നില്ല, ഞാൻ ദിവസവും പള്ളിയിലൊക്കെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്നിട്ടും സാമ്പത്തികമായി എനിക്ക് ഉയരാൻ സാധിക്കുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും, ഒട്ടുമിക്ക എല്ലാവരും കർത്താവിലേക്ക് തിരിയുന്നത് ഓരോരോ കാര്യങ്ങൾ സാധിച്ച് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ കർത്താവിനെ കൂടുതൽ അറിയും തോറും ഇതൊക്കെ വളരെ ബാലിശമായ കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകും. എല്ലാ ക്രിസ്തു അനുയായികളും ആത്യന്തികമായി അവർ അന്വേഷിക്കേണ്ടത് നിത്യജീവനാണ്, മരണാനന്തര ജീവിതം, കർത്താവുമൊത്തുള്ള മരണാനന്തര ജീവിതം. ആ ഒരു കർത്താവിനെ മുഖാമിമുഖം ദർശിച്ചുകൊണ്ടുള്ള ആ ഒരു മരണാനന്തര ജീവിതത്തെ